ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സീതാറാം യെച്ചൂരിയുടെ വിയോഗം എത്ര വലിയ വിടവാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് 90-കൾ മുതൽ സീതാറാം യെച്ചൂരി ദേശീയ രാഷ്ട്രീയത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അദ്ദേഹം ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിലുപരി ദേശീയ തലത്തിൽ BJP ഇതര കക്ഷികളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിലും അതിനൊരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കുന്നതിലും ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള നേതാവായിരുന്നു അദ്ദേഹം. അവിചാരിതം എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രായം കണക്കാക്കുമ്പോൾ അങ്ങനെ പറയണം. വിട വാങ്ങിയിരിക്കുകയാണ്. എത്ര വലിയ നഷ്ടമാണ്? തീർച്ചയായും സീതാറാം യെച്ചൂരിയുടെ വിയോഗം വലിയ നഷ്ടം തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ മാത്രമല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനും മൊത്തത്തിലുള്ള നഷ്ടമായി അതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ രാജ്യം, ഈ റിപ്പബ്ലിക്ക് അത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിനൊരു ദിശാബോധം നൽകേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തതയുള്ള നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മളത് കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു അപജയകാലമാണിത്. തലയെണ്ണം നോക്കുകയാണെങ്കിൽ നമുക്ക് MLA-മാരുടെ എണ്ണം കുറവാണ്, MP-മാരുടെ എണ്ണം കുറവാണ്, മുഖ്യമന്ത്രിമാരുടെ എണ്ണം കുറവാണ്. പക്ഷേ ആ സംഖ്യാബലത്തിനപ്പുറം ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ പ്രസക്തി അത് രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും രാജ്യത്തിൻ്റെ നയരൂപീകരണത്തിൽ അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്, സ്വാധീനം ചെലുത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്ത പ്രായോഗികവാദിയായ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആധുനികനാണ്, ആധുനികമായ മുഖമുണ്ട്, പ്രത്യയശാസ്ത്ര സ്ഥൈര്യമുണ്ട്. അതെല്ലാം ഉള്ളപ്പോഴും നേരത്തെ ഹർകിഷൻ സിംഗ് സുർജിത്ത് പ്രകടിപ്പിച്ചതുപോലെയുള്ള പ്രായോഗികമായ സമീപനം, വിജയകരമായി നമ്മുടെ അജണ്ട എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിന് വ്യക്തത ഉണ്ടായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സാധാരണ ഒരു ഭംഗിവാക്ക് പറയുമല്ലോ, നികത്താനാവാത്ത വിടവ്, നഷ്ടം എന്നൊക്കെ. ഇവിടെ സീതാറാം യെച്ചൂരിയുടെ കാര്യത്തിൽ നമുക്ക് അർത്ഥപൂർണമായി ആ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും.